ആദ്യം നമ്മൾ ഈ പേപ്പറിൻ്റെ കോൺ എടുത്തിട്ട് ഇങ്ങനെ മടക്കണം. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ മടക്കണം കേട്ടോ. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗമല്ലേ, ഇപ്പം കണ്ട, ഇത് നമുക്ക് മുറിച്ച് കളയണം. ഈ ടിക്കറ്റുള്ള പൂജിയ. അപ്പം നമുക്കൊരു സമചതുരം കിട്ടി. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മമ്മി. ഇത് നമുക്ക് പല വലുപ്പത്തിലും പല കളറുള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കണ തൂക്കാനാണ്. അപ്പോൾ ഈ പേപ്പറിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ ഒരു മൂല എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇവിടെ ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് നിവർത്തിയിട്ട് ഈ മൂലയില്ലേ അത് ഇപ്പുറത്തേക്ക് മടക്കണം. അപ്പം അങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കിട്ടും. അപ്പം അങ്ങനെ കിട്ടണം കേട്ടോ. ആദ്യം ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടുത്തെ ഈ സൈഡില്ലേ ഈ മൂല എടുത്തിട്ട് ഈ ഇൻറ്റു മാർക്കിൻ്റെ നടുക്ക് വരുന്ന അവിടേക്ക് മുട്ടിക്കണം. സൂക്ഷിച്ച് വേണം മുട്ടിക്കാൻ, ഇടയ്ക്ക് തെറ്റിപ്പോവും, അല്ലെങ്കിൽ സ്റ്റാർ ശരിക്കും ആയി വരത്തില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുക. അപ്പം ഇങ്ങനെ വരുവേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റം എടുത്തിട്ട് ഇവിടെ ഒരു കോണ് ഇങ്ങനെ ആക്കി എടുക്കണം. ഇങ്ങനെ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഈ പേപ്പറിൻ്റെ അറ്റം കൂടി എടുക്കണം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും. ഇനി ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ മടക്കണം. പ്ലെയിൻ ഉണ്ടാക്കുന്ന പ്ലെയിൻ ഉണ്ടാക്കുന്നത് പ്ലെയിൻ പോലെ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റാർ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് കൂടെ ഒരാൾ അലങ്കോലപ്പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഈ ഇവിടെ ഒരു ലൈൻ പോലെ വന്നില്ല, അത് വെച്ച് നമ്മൾ മുറിച്ച് കളയണം. ബാക്കി ഭാഗം വേണ്ട. ഇനി ഇത് വേണ്ട. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് നിവർത്താം. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇത് താന്നിരിക്കുന്ന ഭാഗം നമ്മൾ കുറച്ച് മുറിക്കണം. ഇത്രയായിട്ട് ഒരു സെൻറ്റിമീറ്റർ ഒക്കെ രീതിയിൽ എല്ലാം അങ്ങനെ വെട്ടണം. എല്ലാം വെട്ടണ്ട, ഇവിടെ കുറച്ചും കൂടി വെട്ടണം. ഇനി പൊന്തി നിൽക്കുന്നത് വേണ്ട, ഈ താന്ന് നിൽക്കുന്നത് വേണം. പൊന്തി നിൽക്കുന്നത് ആക്കണ്ട. പിന്നെ ഈ മൂലയ്ക്ക് അത് ഇവിടെ എടുത്തിട്ട് കുറച്ച് മുറിക്കുക. ശേഷം ഇത് പേപ്പർ നമ്മൾ നിവർത്തണം. നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുക. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് കിട്ടിക്കോളും. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഒരു ഇതുപോലെ അയച്ചിട്ടുണ്ട്. നമുക്ക് അത് മാമി ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചത് ഇങ്ങനെ കോണ് പോലെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ത്രികോണം പോലെ കിട്ടും. ആ രീതിയിലെല്ലാം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് 2 സ്റ്റാറായി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഗമ്മ് തേച്ചിട്ട് ഇത് തമ്മിൽ ഒട്ടിക്കണം. അപ്പോൾ 3D സ്റ്റാർ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ 3D സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിച്ചാണ് കളറൊക്കെ കൊടുത്തത്, ഫുള്ള് വൈറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ തൂക്കിയിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്റ്റാർ ഉണ്ടാക്കിയത്, അതും തൂക്കിയിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കുമ്പോൾ ബൈ.